ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശനിയാഴ്ച ഞങ്ങളുടെ എൽഡേഴ്സ് ക്യാമ്പ് ഉണ്ടായിരുന്നല്ലേ. അപ്പം വൈകിട്ട് ചപ്പാത്തി മുട്ടക്കറിയും കൂടെ കൊടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പം ഇത് ഞാൻ ഈ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പിട്ടൊക്കെ തീരുമാനിച്ചതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു. ഞാനാന്ന് പറഞ്ഞ് അപ്പോൾ ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് പുലാവ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് ചിക്കൻ കറി എങ്ങനെ കൊടുക്കാം. അപ്പം എല്ലാവരും പറഞ്ഞ് ചൂടായതുകൊണ്ട് ചിക്കൻ കറി അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പിട്ടൊക്കെ തീരുമാനിച്ചാൽ ഞാൻ പറഞ്ഞത്. പിന്നെ മെഡിസിനൊക്കെ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ദൈവം അത്ര ആരോഗ്യം എനിക്ക് തന്നു. പിന്നെ പോൾമോനും എനിക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ചോപ്പറി വെച്ച് കട്ടൊക്കെ ചെയ്ത് തന്നുകൊണ്ട് പിന്നെ ചെയ്തു. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതമായിപ്പോയി. അത്രയും എനിക്ക് ചെയ്യാനായിട്ട് ദൈവം ആരോഗ്യം തന്നത്. നമ്മൾ വയ്യാന്നും പറഞ്ഞിരുന്നാൽ പിന്നെ അങ്ങ് വയ്യാന്നിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോയാ ഇന്ന് കേട്ടോ. 60 പേർക്കുള്ള മുട്ടക്കറിയായിരുന്നു. 65 പേര്. പിന്നെ 60-65 പേര്. നമുക്ക് ചെയ്തങ്ങനെ ഒരു ശീലമില്ലല്ലോ. അന്ന് ചിക്കൻ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കിയത് 60-65 പേർക്ക്. അപ്പോൾ അതുപോലെയല്ലല്ലേ മുട്ടക്കറി. ചിക്കൻ കുറുമയാകുമ്പം നമുക്ക് ചിക്കൻ്റെയൊക്കെ ഇത്തിരി ഇതും ഒക്കെ വരും. മുട്ടയാകുമ്പം ഗ്രേവി അനുസരിച്ച് മുട്ട നമ്മളിട്ടാൽ അത്ര ഗ്രേവി പോലൊന്നും വരത്തില്ലല്ലേ. അപ്പോൾ പക്ഷേ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ ഈ അളവിനുണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒരു കുറച്ച് പേര് എക്സ്ട്രാ വന്ന് അതെന്താണെന്നോ പറ്റിപ്പോയത്, അതിൻ്റെ കൂടെ റൈസ് കൂടെ വേണമെന്ന് പറഞ്ഞു. ഈ ഒറീസക്കാരുണ്ടായിരുന്നു. അന്നേരം അവർക്ക് റൈസ് കൂടെ വേണം. ചപ്പാത്തിക്ക് മാത്രമായിരുന്നെങ്കിൽ ഗ്രേവിയൊക്കെ നന്നായി തികഞ്ഞായിരുന്നു. അപ്പോൾ റൈസിനാകുമ്പം ഗ്രേവി ഇത്തിരി നന്നായിട്ട് വേണ്ടേ. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പേര് എക്സ്ട്രാ വന്ന് ചോദിച്ചപ്പം കൊടുക്കാനുള്ളായിരുന്നു. അങ്ങനൊരു എല്ലാവർക്കും തികഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ റൈസ് ഇല്ലായിരുന്നെങ്കിൽ ചപ്പാത്തിക്കെല്ലാം കറക്റ്റ് തികഞ്ഞേനായിരുന്നു. പിന്നെ പ്രൈസ മോനെ, ഒരു ആൻറ്റി പറഞ്ഞല്ലേ ബംഗീരയുടെ പാട്ട് അറിയാമോ? വാ ഒന്ന് പാടിക്കൊന്നു. नाचूंगा गाऊंगा पगलों के समान, होश मेरा राजा मैं राजा है माँ. नाचूंगा गाऊंगा पगलों के समान, होश मेरा दाऊंगा मैं राजा है माँ. नाचूंगा खोके अपना स्वाभिमान, अरे वो मेरे बताऊंगा मेरा राजा है महान. नाचूंगा खोके अपना स्वाभिमान, अरे वो मेरे बताऊंगा मेरा राजा है महान. ഓക്കെ, അത്രയും കുഞ്ഞു പാടി. ഷൈനി ആൻറ്റിക്ക് വേണ്ടി. ഷൈനി ആൻറ്റി പറഞ്ഞായിരുന്നു പാടണേന്ന്. ഓക്കെ, കുഞ്ഞിൻ്റെ പാട്ട് കേട്ടെ. ഇനിയിപ്പം ഞങ്ങളുടെ ബുധൻ വെള്ളി നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓരോ ഫാമിലികൾ പാടും. ഇന്ന് ഞങ്ങളാ പാടേണ്ടി. അതിന് പഠിക്കാൻ പറഞ്ഞോണ്ട് മലയാളം പാട്ട് പഠിക്കാൻ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുക ആള്. ഷൈനി ആൻറ്റി പറഞ്ഞായിരുന്നു മോൻ നന്നായിട്ട് പാടും, മോനെ വല്ല ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങാണ് പഠിക്കാൻ വിടണമെന്നൊക്കെ. ഓക്കെ. പിന്നെ അന്ന് ഞാൻ ആ ലാസ്റ്റ് സ്റ്റേജ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒത്തിരി തിളച്ചില്ല. ഇങ്ങനെ ആവി പോലെ പുക പോലെ വന്നുകൊണ്ട് പിന്നെ ഓഫാക്കിയിട്ട് മുട്ട ഇട്ട് കൊടുക്കുമായിരുന്നു. നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു. കുറച്ചുകൂടെ വേണേ ലൂസാക്കായിരുന്നു, പക്ഷേ ഞാനങ്ങനെ ചെയ്തില്ല. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് അരച്ചൂടെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട്. അതുപോലെ ഞാൻ പൊടിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് നിങ്ങൾ നോക്കണം. പൊടി ഇട്ടിട്ട് അതനുസരിച്ച് മല്ലിപ്പൊടി ചേർക്കുക. എരിവിന് ഞാൻ ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത്. അല്ലാതെ ഞാൻ മഞ്ഞ ചങ്ങിരിക്കണമെങ്കിൽ പിന്നെ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇച്ചിരി ചേർത്ത് ലാസ്റ്റ് ഞാൻ. പക്ഷേ ഇതിന് അത്ര അങ്ങ് മഞ്ഞ കളർ പോലല്ല വന്നത്, ഒരു ഇച്ചിരി ഓറഞ്ച് കളർ പോലെ വന്നത്.
അന്നാണെങ്കിൽ നമുക്കൊന്നും കഴിക്കാനൊന്നും തോന്നത്തില്ല. കാരണം ഇതൊന്നും ശരിയായിട്ട് വരാതെ നമുക്കൊരു സമാധാനമില്ലല്ലേ. എല്ലാം കഴിഞ്ഞ് അന്ന് ഒട്ടും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. കണ്ടിന്യൂസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് ഇത് കൊണ്ടുപോകേണ്ടി വന്നു. എന്തു വന്നാലും ദൈവമെല്ലാം ഭംഗിയായി നടത്തി. നല്ലതായിരുന്നെന്ന് പലരും പറഞ്ഞു. അത് കേട്ടോണ്ടേ നല്ലത്. ഓക്കെ. എനിക്കങ്ങ് ആകെ ടെൻഷനായിരുന്നു. ചെയ്യാൻ പറ്റുമോ എങ്ങനായിരിക്കും. നമ്മളാദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒക്കത്തില്ലെന്ന് പറയുമ്പോൾ ഒരു വല്ലാതല്ലേ. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആരോഗ്യം തരണേന്ന്. അതുകൊണ്ട് ആരോഗ്യമൊക്കെ തന്ന് ഭംഗിയായി എല്ലാം ചെയ്ത്. പിന്നെ കൊച്ചത്രയും എനിക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചെയ്ത് തന്നു. അവർക്കൊന്നും ഈ ഉള്ളിയൊന്നും അങ്ങനെ അങ്ങോട്ട്, ഞാനവിടെ ഉള്ളി പൊളിക്കുമ്പോഴേ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. പിന്നെ അത്രയും അവൻ ചെയ്ത് തന്നു. അവൻ ആ ചോപ്പറിൽ ചെയ്യാൻ ഇഷ്ടം. പിന്നെ ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അതുകൊണ്ടുള്ള പ്രയാസമായിരുന്നു അവന്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് ചോപ്പറിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ പക്ഷേ ഇവിടെ എല്ലാം അങ്ങ് ഉള്ളിയുടെ സ്മെല്ല. ഓക്കെ. എന്തെങ്കിലും അതിൻ്റെ അകത്ത് പാകപ്പിഴകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാരണം ഫുള്ളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞില്ല. എനിക്ക് സ്റ്റാൻഡ് പോലും വെക്കാൻ സ്ഥലമില്ലാതിരുന്നു. വലിയ ഉരുളിയല്ലേ. ഗ്യാസിൻ്റെ ഇപ്പുറത്തോട്ടാണ് സ്റ്റൗ വെച്ചത്. പിന്നെ ഗ്യാസ് അത്രയും. അതുകൊണ്ട് എനിക്ക് സ്റ്റാൻഡ് വെക്കാൻ പറ്റിയില്ല. സ്റ്റാൻഡ് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പം തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതുകൊണ്ട് പിന്നെ ഇച്ചിരിച്ച ഷൂട്ട് ചെയ്യാം. പിന്നെ കൈ കൊണ്ടായി മൊബൈലിൽ എടുത്തത്. അപ്പോൾ അന്ന് രാവിലെ നമ്മളങ്ങ് പരിപാടി തുടങ്ങി. കാരണം 120 മുട്ടയുടെ കണക്കായിരുന്നു. 60 പേർക്ക് 120 മുട്ട എന്ന രീതി. ആദ്യം 60 പേർക്കെന്നാണ് പറഞ്ഞത്. പിന്നെ പക്ഷേ 10-65 പേരുണ്ടായിരുന്നു. അപ്പോൾ 120 മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ ഒരു 150 മുട്ട വാങ്ങിച്ച്. അപ്പോൾ അത് അത്രയും നമുക്ക് പിന്നെ പുഴുങ്ങിയെടുക്കണ്ടേ. അപ്പം ഞാനത് മുട്ട പരിപാടിയിലേക്ക് പോയി. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ഇന്നലെ രാത്രിയിലെ പൊളിച്ച്. കാരണം ഈ കൊച്ചനെയും കൊണ്ട് ഇവരെയും കൊണ്ട് പൊളിപ്പിക്കായിരുന്നു. കണ്ണിൽ നിന്ന് ഒത്തിരി വെള്ളം വരും. അതുകൊണ്ട് ഞാൻ തന്നെ പൊളിച്ച് വെള്ളത്തിയിട്ട് കഴുകി എല്ലാം എൻ്റെ ജോലികൾ കഴിഞ്ഞിട്ട് ഞാനത് അതിനെ വെള്ളം വാലാനായിട്ട് വെച്ച് അടച്ച് വെച്ച്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ് പോൾമോനെ കഴിയുന്നത് എൻ്റെ അത്രയും ഇങ്ങനെ ഞാനത് കീറിയിട്ട് കൊടുത്ത് എന്നിട്ട് എന്നെ ചോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ചോപ്പറിലിരുന്ന് അവൻ ചോപ്പ് ചെയ്യുക. അപ്പോൾ ഉള്ളിയെല്ലാം ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഞാനിങ്ങനെ ഉരുളിക്കകത്ത് വെച്ചിട്ട് എല്ലാ ക്ലിപ്പുകളും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഒരു ബിസി ആയിപ്പോയി. നമ്മൾ ഗ്യാസേലല്ല വെച്ചത്. എക്സ്ട്രാ ഒരു ഗ്യാസ് സ്റ്റൗ നമ്മൾ വാങ്ങിച്ചായിരുന്നല്ലേ, അതിൻ്റെ അകത്താണ് നമ്മളിത് ചെയ്തത്. ഉള്ളി ആ ഉരുളിക്കകത്ത് വലിയ ഉരുളിയാണ് എടുത്തത്. ഒരു 7 കിലോ ഉള്ളി ചോപ്പ് ചെയ്തെടുത്ത്. അപ്പോൾ അതത്രയും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് വഴന്ന് വരുമ്പോൾ അതങ്ങ് താഴുമല്ലേ. അതനുസരിച്ച് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഞാനങ്ങ് വഴട്ടാന്ന് വെച്ച്. താഴെയൊന്നും വെച്ച് ചെയ്യണ്ടായിരുന്നു. മുകളിൽ തന്നെ ആ സ്റ്റൗവ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഞാനങ്ങനെ മുട്ടകൾ കുറേ മുട്ടകൾ നമുക്ക് വേസ്റ്റായിപ്പോയി. കാരണം കുക്കറിൽ ഇങ്ങനെ ഒരു വിസിലടിച്ചെടുത്ത് ചിലതൊക്കെ നല്ലതായി, ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വെളിയിൽ വരുന്നു. അതൊന്നും നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് അതല്ല നമ്മൾ വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കാൻ എടുത്ത്. ചിലതങ്ങ് പൊട്ടി അങ്ങ് ഒത്തിരി അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തെന്നോ പിന്നെ കുക്കറിൻ്റെ അകത്ത് തന്നെ ഇതിട്ടിട്ട് വിസിൽ വെക്കാതെ ദാണ്ട ചിലത് കണ്ടില്ല ഇപ്പം ഇങ്ങനെ പൊട്ടിയത്, അതൊന്നും നമ്മൾ കൊടുക്കാൻ പോയില്ല. അപ്പം നമ്മൾ 120 മുട്ട ചോദിച്ചത് ഞാൻ പിന്നെ എക്സ്ട്രാ 10 കൂടി ഇട്ട് കൊടുത്ത് പുഴുങ്ങി ഒരു 150-150 ഇടേണ്ടി വന്നു. അങ്ങനെ കുറേശ്ശെ നമ്മൾ ഇത്രയും പുഴുങ്ങി വരാൻ സമയം എടുത്ത് അത് ഞാൻ പിന്നെ അപ്പുറത്തെ ഗ്യാസിലോട്ടാണ് വെച്ചത്. അപ്പം നല്ലതായിട്ടുള്ളത് മാത്രമേ നമ്മളവിടെ കൊണ്ടുപോകാനെടുത്തുള്ളൂ. അപ്പം ബാക്കി ഞാൻ പറഞ്ഞ് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി എടുക്കാമെന്ന്. അങ്ങനെ അതെല്ലാം എടുത്ത് ഞാനിങ്ങനെ തണുത്ത വെള്ളത്തിലോട്ടിട്ടിട്ട് പിന്നെ കുറേശ്ശെ ഞാനങ്ങ് പൊളിക്കുമായിരുന്നു. അപ്പോൾ അത്ര ഉള്ളി പൊളിച്ച് കൊച്ച് തന്ന് ബാക്കിയെല്ലാം ഞാൻ തന്നെ പിന്നെ ചെയ്ത്. കാരണം അവരെയും കൊണ്ട് അതൊന്നും പറ്റത്തില്ല. ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചിന്തിച്ച് ദൈവമേ ഇത്രയും ഞാൻ എങ്ങനെ ചെയ്ത്, ദൈവം ഇത്രയും ആരോഗ്യം തന്നല്ലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അത് ക്യാൻസൽ ചെയ്യാനും ഒരു മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു
ഞാനിവിടെ ഒരു 150 ഗ്രാം ഇഞ്ചി, 150 ഗ്രാം വെളുത്തുള്ളി, 150 ഗ്രാം പച്ചമുളക് അതത്രയൊന്ന് കൃഷി ചെയ്തിട്ടിട്ടുണ്ട്. കാരണം നമ്മളന്ന് ചിക്കനിലിട്ടുണ്ടേ എനിക്ക് ഇത്തിരി എരിവ്, പച്ചമുളക് ഭയങ്കര എരിവുള്ളതായിരുന്നു. ഞാൻ 200 250 ഗ്രാമായിരുന്നു അന്ന് ചേർത്തത്. പക്ഷേ മുട്ടക്കറിക്കാവുമ്പോൾ അത്രയും വേണ്ടല്ലേ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിലും ചിക്കൻ ആയിരുന്നെങ്കിൽ ഇതിനേക്കായി വേണം. മുട്ട ആയതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ മതി. പിന്നെ കുറച്ച് കറിവേപ്പില അതുകൂടി ഇട്ടിട്ട്, ഞാനിത് കൈ കൊണ്ടാണ് വീഡിയോ എടുത്തത്, അതാ ഫുള്ളായിട്ട് ഇത് കാണാഞ്ഞത്, സ്റ്റാൻഡ് വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കാം. അപ്പം കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇട്ടാൽ ഈ വഴട്ടുന്നത്. പോളുമ്പോൾ വന്ന് ചോദിച്ചു ഇളക്കും എങ്ങാനും വേണമെന്ന്. അവർക്കൊന്നും ഇളക്കാൻ പറ്റത്തില്ല, കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളപ്പോൾ ഇളക്കിയാൽ അത്, പിന്നെ അതുമല്ല നമ്മുടെ സ്റ്റൗ അടുപ്പിലുമായിരുന്നല്ലേ, അവനെ ഇളക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ കോരിയിട്ടാൽ ശരിയാവത്തില്ലല്ലേ. ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതിയായിരുന്നു. അപ്പം അതനുസരിച്ച് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ ഇത്തിരി എല്ലാം ഒന്ന് ഒതുക്കി വെച്ചായിരുന്നു, ചോറും കൂട്ടാനും ഒക്കെ. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ തലേന്നേ അതെല്ലാം ഒന്ന് ക്രമീകരിച്ച് വെക്കുമ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മളൊന്ന് ചെയ്യാനിത് മനസ്സിലുണ്ടല്ലോ എന്ന് പ്ലാൻ. അപ്പോൾ അതനുസരിച്ച് തലേന്നേ ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് വാടി വന്നോണ്ട് ഞാനൊരു 1/2 കിലോ ടൊമാറ്റോ, അതിങ്ങനെ നീളത്തിലരിഞ്ഞതേ ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്, അതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അന്നേരം ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പം ഞാനൊരു ഇച്ചിരി മുളക് പൊടി ഇത് ചേർക്കുന്നുണ്ട്. അധികം എരിവ് വേണ്ട, അതനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു 14 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഗരം മസാല 3.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3 ടേബിൾ സ്പൂൺ. ഇത്ര ഇട്ടിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോന്നണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനാ ഉള്ളി വഴന്ന് വന്നുടനെ അതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് മാറ്റി തണുത്തതിന് ശേഷം അരച്ച് ചേർത്തായിരുന്നു ഒരു കൊഴുപ്പിന് വേണ്ടി. അപ്പോൾ ഈ മസാലകൾ ചേർത്തതിന് ശേഷം പിന്നെ ലാസ്റ്റിലൊന്ന് നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. മല്ലിപ്പൊടിയിലൊക്കെ വ്യത്യാസം വരുവേ, പൊടിക്കുന്നിടത്തു നിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടി അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഞാനിപ്പോൾ ഈ പൊടിക്കുന്ന മില്ലിൽ നിന്ന് വാങ്ങിച്ച മല്ലിപ്പൊടിയാണ് ചേർത്തത്. അഥവാ കുറവെങ്ങാണോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം ഒരു അതനുസരിച്ച് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ എങ്ങാനും ചേർത്തിട്ട് ഒന്ന് നോക്കണം. എന്നിട്ട് പിന്നെ ഇത്തിരി കുറവായിട്ടെങ്ങാനും ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇച്ചിരി മൂപ്പിച്ച് ചേർത്താലും മതി. ഇതിലേക്ക് ഞാൻ 2 തേങ്ങായും അതിൻ്റെ അകത്ത് ഒരു 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ വലിയ ജീരകം, പെരുംജീരകം, എന്നിട്ടൊരു 10-15 ഏലക്ക, പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായി അരച്ച് ചേർത്തതാ ഇപ്പം ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത ആ അരപ്പ്. അതുകൂടെ ഒന്ന് അതിൻ്റെ അകത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ലാസ്റ്റിൽ ഇതെല്ലാം കറി ഇത്രയായിട്ട് എനിക്ക് ലാസ്റ്റിലത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ചേർത്തത് ഒരു 2 തേങ്ങയുടെ പാല് അതുകൂടെ ഒഴിച്ചു. പിന്നെ കാണിക്കാനുള്ളത് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഞാൻ ഇട്ടിരുന്ന് അത് കഴിഞ്ഞിങ്ങ് വാങ്ങി വെക്കുമായിരുന്നു. പിന്നെ മുട്ട ഞാൻ എന്തോ ചെയ്തെന്നോ മുട്ടയെല്ലാം പൊളിച്ചിട്ട് കുറേശ്ശെ മുട്ട ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നമ്മൾ വറക്കുമല്ലോ ഒരു കളറിന് വേണ്ടി, അങ്ങനെ ചെയ്തിട്ടാണ് കറിക്കകത്തോട്ട് ഇട്ടത്. ആ സ്റ്റേജ് എനിക്ക് ഈ ബഹളത്തിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ ഇന്നലെ റാവുസ് മീൻ വറുത്ത് വെച്ചില്ല, പുരട്ടി വെച്ചില്ലേ, അതൊന്ന് വറക്കണമായിരുന്നു. അത് ഞാൻ ആദ്യം ഇങ്ങനെ പാത്രത്തിൽ വറുത്തിട്ട് അത് ഇത്തിരി വലിയ പീസായതുകൊണ്ടേ ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആ തലയുടെ ആ വശം അതൊന്ന് ഫ്രൈ ആവാൻ പ്രയാസമായതുകൊണ്ട് ഞാനത് വേറൊരു കുഴിയൻ പാത്രത്തിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി ഓയിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലൊന്ന് ഡീപ് ഫ്രൈ പോലെ ചെയ്തെടുത്ത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടി, അല്ലെങ്കിൽ കുറേ നേരം വെറുതെ അങ്ങനെ ഇട്ട് വറുത്ത് എടുക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒറീസക്കാർ വരുന്നുണ്ട്, അവർക്ക് റൈസ് വേണമെന്ന്. അപ്പം നമ്മുടെ ഈ ബോയിൽ റൈസ് അല്ല വേണ്ടിയത്, അവർക്ക് ഈ ഞാൻ ഇവിടുത്തെ ഈ കോളം റൈസാണ് വാങ്ങിച്ചത്. അത് നമ്മുടെ ബോയിൽ റൈസിനേക്കായി വിലയാണ്, കിലോ സ്റ്റാർട്ടിങ് 80 രൂപയില്ല തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ 15 പേർക്കുള്ള റൈസ് വേണമായിരുന്നു. ഒരു 3 കിലോ റൈസ് വാങ്ങിച്ച് അത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ
അത് വേവിച്ചെടുത്തത്. അത് നമ്മൾ വേവിച്ച് ഞാൻ ഊറ്റുന്നത് പോലല്ല ഊറ്റിയത്. അത് ഒരു വേവായതുകൊണ്ട് ഞാനങ്ങനെ വെള്ളത്തിൽ നിന്ന് നമ്മൾ കോരി ഞാൻ വെള്ളം വാലാൻ എൻ്റെ കിഴുത്തപ്പാത്രത്തിൽ ഇട്ട് അങ്ങനെ എടുത്തത്. ഞാനിത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ഞാൻ നേരത്തെ 2 പ്രാവശ്യം വാങ്ങിച്ചിട്ട് 2 വിലയുടെ അരി വാങ്ങിച്ച് ആദ്യം വെച്ചത് ഞാൻ നമ്മൾ ഈ സാധാരണ അരി വേവിക്കുന്നത് പോലെ വാർത്തിട്ട്. പക്ഷെ അങ്ങനെ വാർത്തിട്ടപ്പോൾ ഒട്ടും ശരിയായില്ല. പിന്നെ ഞാനത് കുക്കറിൽ വേവിച്ച് നോക്കി. പിന്നെ കുക്കറിലൊക്കെ വേവിച്ചിട്ട് നമ്മൾ അവിടെ വരെ കൊണ്ട് ചെല്ലുമ്പോഴത്തേന് ഒന്നുകൂടെ അത് അവിഞ്ഞിതാവത്തില്ലേ. പിന്നെ 3 പ്രാവശ്യം ഞാനിത് വാങ്ങിച്ച് വീട്ടിൽ ഉണ്ടാക്കി എങ്ങനെ പറ്റുന്നതെന്ന് നോക്കിയിട്ടാണ് ഞാനിത് ഈ മെത്തേഡ് എടുത്തത്. അപ്പോൾ ഈ മെത്തേഡിലെടുത്ത് വലിയൊരു പാത്രത്തിൽ കൊണ്ടുപോകണമായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ ഇവിടെ ഈ പിള്ളേർക്കൊക്കെ ഈ റൈസാണ് ഇഷ്ടം. കുക്കറിൽ നമ്മൾക്ക് വേവിച്ചാൽ മതി, അന്നേരേ കഴിക്കണം. അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല ബിരിയാണി റൈസ് പോലെ ഒത്തിരി ഹാർഡായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റിലത്തെ അതെനിക്ക് കാണിക്കാൻ പറ്റിയിരുന്ന കറിയുടെ. പിന്നെ എല്ലാം റെഡിയാക്കി ഒരു 6:30 കഴിഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണമായിരുന്നു. 8 മണിക്കായിരുന്നു ഡിന്നർ ടൈം പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നുകൊണ്ട് ടൈം ചേഞ്ചാക്കി അത് 9 മണിയായി. നമുക്ക് ഇവിടുന്ന് ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ട്രാഫിക് ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് പോയത്. 7:30 അവിടെ എത്തി. പിന്നെ ചോറും പിന്നെ ഇവിടുന്ന് തന്നെ ആയിരുന്നു നമ്മൾ ചപ്പാത്തിയും കൊണ്ടുപോയത്. നമ്മൾ വാങ്ങിക്കുന്നിടത്ത ചപ്പാത്തി. ഇതിപ്പോൾ സൺഡേയിലത്തെയാണ്. ഞാനവിടെ നിന്നിച്ചിരി എടുത്തതാണ്. കാറ്റ്, ഭയങ്കര കാറ്റ്. എന്നിട്ട് ഞങ്ങൾ അന്നുണ്ടല്ലേ ഇത് കൊണ്ടു കൊടുത്തിട്ട് അവിടെ ഒരു മാവുണ്ടല്ലേ, ആ മാവിൻ ചോട്ടിലിരിക്കുമായിരുന്നു. അവിടെ ഞങ്ങളവിടെ മാവിൻ ചോട്ടിലിരുന്നാണ് ഒത്തിരി മലയാളി പിള്ളേർ മലയാളം പറയുന്നത് അവിടെ ഇരിക്കുന്നത്. എന്തോ കാറ്റെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ചൂടായിട്ടും അവിടെ ഇരുന്നിട്ട് എന്ത് നല്ല സുഖമായിരുന്നെന്നറിയാമോ. പറത്തുന്ന കാറ്റ്. ഉച്ചയ്ക്ക് പിന്നെ വീണ്ടും എൽഡേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ പ്രയർ തുടങ്ങി. ബാക്കിയുള്ളവർക്കെല്ലാം വീട്ടിൽ പോയിരുന്നു. കാരണം ഈ മാവും ചോട്ടിലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കുറേ മലയാളി പിള്ളേരും ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മലയാളം പറയുന്നുണ്ട്. അവരങ്ങോട്ട് എന്നിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അവരങ്ങ് അപ്പുറത്തോട്ട് പോയതാണ്. ഞങ്ങൾ വാച്ച്മാനെ ചോദിച്ച് ഇവിടെ എന്തുവാ താമസ സൗകര്യം ഉണ്ടോ എന്നേരം അവർ പറഞ്ഞ് ഇത് ഇസ്രായേലിൽ പോകാൻ വന്ന പിള്ളേരാ, അവർക്കിവിടെ ക്ലാസ്സൊക്കെ ഉണ്ട്, അതൊക്കെ അതിന് വേണ്ടി ഇവിടെ അവർക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടെന്ന്. നല്ല സൂപ്പർ സ്ഥലമായിരുന്നു. ഇതിപ്പോൾ ഞാൻ സൺഡേയിൽ എടുത്തതാണ് രാവിലെ. ഇലകളൊക്കെ ഇതിൻ്റെ അകത്ത് മൊത്തം മാങ്ങയായി കുഞ്ഞ്. ഞങ്ങളവിടെ രാത്രി അവിടെ ഇരുന്നോണ്ട് ഈ അണ്ണാൻ ചപ്പി മാങ്ങ, നാട്ടുമാങ്ങിയ. ഞാൻ അന്നേരം എടുത്ത് മണപ്പിച്ച് നോക്കി, അന്നേരം നാട്ടുമാങ്ങിയ. ഈ ഇലകളൊക്കെ കിടന്ന് പറക്കുന്ന കണ്ടോ. ഞാൻ അതുകൊണ്ട് അങ്ങ് എടുത്തതാണ്. അത്രയും കാറ്റാണ് അവിടെ. ഇരുന്നാൽ പിന്നെ നമുക്ക് അവിടെ വിയർക്കത്തേ ഇല്ല. അത്രയ്ക്ക് സുഖം. നമ്മൾ എ സിക്കകത്തിരിക്കുന്നതിനേക്കാൾ നല്ല സുഖം അവിടെ ഇരിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ പ്രയോജനമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.